നമസ്കാരം. E20 പെട്രോൾ ഡീസലിൽ ഐസോബ്യൂട്ടനോൾ മിക്സ് ചെയ്യാൻ പോകുന്നു. അതുമാത്രമല്ല ഇലക്ട്രിക് കാറുകളുടെ വളരെയധികം വില കൂടുതൽ ഹൈബ്രിഡ് കാറുകൾ വരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ ഉറപ്പുമില്ല. കാരണം അഫോർഡബിൾ റേറ്റിൽ ഹൈബ്രിഡ് കാറുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മാരുതി സുസുക്കി സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വാഹനങ്ങൾ കൊണ്ടുവരുന്നു എന്ന വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് 1-2 വർഷമായി. ഇത്തരം ഒരു സാഹചര്യത്തിൽ അപ്പോൾ നമുക്കൊരു ആശ്വാസമായിട്ട് ഒരു GSTയുടെ ബെനിഫിറ്റൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വാഹന നിർമ്മാതാക്കൾ മൈൽഡായിട്ടുള്ള ഫേസ് ലിഫ്റ്റുകൾ കൊണ്ടുവന്ന് പഴയ വിലയിലേക്ക് വാഹനങ്ങളുടെ വില എത്തിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ വ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 ജൂൺ മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ വാഹനങ്ങൾ, ആ വിറ്റ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ 1 മുതൽ 10 വരെ റാങ്ക് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു സമയത്ത് ഏത് വാഹനം വാങ്ങണം എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകളായിരിക്കും കൂടുതൽ. കാരണം നമ്മളൊരു വാഹനത്തെ നോക്കി കാണുമ്പോൾ ഇത് E20 പെട്രോളിലൂടെ ഓടുന്ന വാഹനമാണ്. ഈ വാഹനം ഇപ്പോൾ വാങ്ങിച്ചാൽ E27 പെട്രോൾ വരുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രിക് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം വില കൂടുതലാണ്. ബാറ്ററി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യും? സ്ക്രാപ്പ് ചെയ്ത് കളയണമോ? 15 വർഷമാണ് ലൈഫ് ടൈം വാറണ്ടി എന്ന് തന്നെ കമ്പനി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഹൈബ്രിഡ് കാറുകളിൽ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമോ? അതല്ല ഡീസലിൻ്റെ കാര്യം, ഇനി എത്ര കാലം ഡീസൽ നിലനിൽക്കും? ഇത്തരം കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമേ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സാഹചര്യത്തിൽ ഒരു വാഹനം വാങ്ങുമ്പോൾ നിങ്ങളുടെ ആവശ്യം കണ്ടറിഞ്ഞ് മാത്രം വാങ്ങുക. ലോങ് ടൈമിലേക്കായിരിക്കണം നിങ്ങളെപ്പോഴും വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ വാഹനങ്ങളുടെ ഒരു നമ്പർ അല്ലെങ്കിൽ 1 മുതൽ 10 വരെ നമ്മൾ റാങ്ക് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് ഈ വാഹനങ്ങൾ എങ്ങനെയൊക്കെയാണ് ആ ഒരു പൊസിഷനിലേക്ക് എത്തിയത് എന്നുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. 10ാം സ്ഥാനത്ത് വന്നിട്ടുള്ള വാഹനം ഹ്യുണ്ടായുടെ വെന്യൂ ആണ്. വെന്യൂ എന്ന് പറയുന്ന വാഹനത്തിന് റീസെൻ്റ് ആയിട്ടൊരു അപ്ഡേഷൻ ലഭിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ഒരു വാഹനം പെട്രോളിലും ഡീസലിലും അവൈലബിൾ ആണ്. ഡീസൽ നിലനിർത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിൻ്റ് ആണ്. ഈ ഒരു വാഹനം വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് സബ് 4 മീറ്റർ കാറ്റഗറിയിലാണ് വരുന്നത്. നമുക്കറിയാം ഡീസൽ എന്ന് പറയുന്നത് ക്രെറ്റയിലും അതുമാത്രമല്ല കിയയുടെ സെൽറ്റോസിലൊക്കെ കാണുന്ന ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ്. ഇപ്പം കിയയുടെ സെൽറ്റോസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും കിയ സോണറ്റ് ഉണ്ട്, അതിലും ഈ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ നമ്പർ പെട്രോൾ പ്ലസ് ഡീസൽ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 10,776 യൂണിറ്റാണ്. നമുക്കറിയാം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. 8 ലക്ഷം മുതൽ 15,83,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടർബോ എഡിഷനുണ്ട്. പെട്രോളാണ്. എൻലൈൻ എന്ന ബാഡ്ജിങ്ങിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 10,66,000 മുതൽ 15,67,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 9ാമത്തെ സ്ഥാനത്ത് വരാൻ പോകുന്ന വാഹനം അല്ലെങ്കിൽ ഉള്ള വാഹനം മാരുതി സുസുക്കി ബലീനോ ആണ്. നമുക്കറിയാം ഈ ഒരു വാഹനത്തിന് ഉടൻ തന്നെ ഒരു അപ്ഡേഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏകദേശം ഒരു 10 മാസത്തിനുള്ളിൽ ഈ ഒരു വാഹനത്തിന് അപ്ഡേഷൻ ലഭിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിലുള്ളത് 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് K12N എന്ന് പറയുന്ന 4 സിലിണ്ടർ എഞ്ചിനാണ്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന വാഹനത്തിൽ 3 സിലിണ്ടർ എഞ്ചിനാക്കി മാറ്റുമോ എന്നുള്ള ചോദ്യം വളരെയധികം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഗുണമേന്മയിൽ അത് കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. 4 സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പെർഫോമൻസ് വൈസ് ആണെങ്കിലും അത് മാത്രമല്ല റിഫൈൻമെൻറ്റ് ലെവൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പടി മുന്നിലാണ് നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 4 സിലിണ്ടർ എഞ്ചിൻ കൃത്യമായി പരിപാലിച്ചാൽ ദീർഘകാലം നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഓൺ പേപ്പർ 4 സിലിണ്ടർ എഞ്ചിനുകൾക്ക് 3 സിലിണ്ടർ എഞ്ചിനുകളേക്കാൾ ഒരു പൊടിക്ക് മൈലേജ് കുറവാണെന്നുണ്ടെങ്കിലും എപ്പോഴും സ്റ്റാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ ആ കിട്ടുന്ന മൈലേജ് എപ്പോഴും നമുക്ക് നിലനിർത്താൻ കഴിയും. പക്ഷേ 3 സിലിണ്ടർ എഞ്ചിൻ്റെ എക്സ്പെഷ്യലി സെറ്റൽ എന്നൊക്കെ പറയുന്ന എഞ്ചിൻ ഓൺ പേപ്പർ നല്ല മൈലേജ് ആണെങ്കിലും നമ്മൾ ഓൺ റോഡ് അല്ലെങ്കിൽ റിയൽ ലൈഫിൽ അത് ഉപയോഗിക്കുമ്പോൾ അത്രത്തോളം മൈലേജ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇവിടെ കാര്യത്തിലേക്ക് വരാം. ബലീനോ 2026 ജൂൺ മാസത്തിൽ 12,488 യൂണിറ്റുകൾ ടോട്ടൽ വിറ്റു. അതിൽ പെട്രോളിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അതുമാത്രമല്ല CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് K12N എന്ന് പറയുന്ന 4 സിലിണ്ടർ എഞ്ചിനാണ്. AMD ട്രാൻസ്മിഷനിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അതിന് കമ്പനി വിളിക്കുന്നത് AGS എന്ന ലേബലിലാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ അപ്ഡേഷൻ ഉടൻ തന്നെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രൈസിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 5,99,000 മുതൽ 9,10,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 8ാം സ്ഥാനത്ത് ബലീനോയുടെ സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്നൊരു വാഹനം തന്നെയാണ്. ആ വാഹനത്തിനെ ഒരു ക്രോസ് ഓവർ കൈൻഡ് ഓഫ് ലുക്കൊക്കെ വരുത്തിയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ കാണുന്ന
എസ് ക്രോസ് എന്ന് പറയുന്ന മാരുതി സുസുക്കിയുടെ ബാഡ്ജിൽ വരുന്ന, മാരുതി സുസുക്കി പറയാൻ കഴിയില്ല, സുസുക്കിയുടെ ബാഡ്ജിങ്ങിൽ വരുന്ന ആ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേഷ്യയൊക്കെ ഇങ്ങോട്ട് കടമെടുത്തിട്ടാണ് ഈ ഒരു വാഹനത്തെ കൊണ്ടുവന്നത്. കാണാൻ നല്ല ഭംഗിയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ ഇരുന്നാൽ ക്ലസ്ട്രോഫോബിക് ഫീല് വളരെയധികം കൂടുതലാണ്. നമ്മൾ ബാക്കിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലെ ഗ്ലാസ്സൊക്കെ വളരെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് റിവേഴ്സ് എടുക്കുന്ന സമയത്തൊക്കെ കൃത്യമായിട്ടുള്ള ഒരു വിസിബിലിറ്റി കിട്ടാൻ അത് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് പേഴ്സണലി ഈ ഒരു വാഹനം ഓടിച്ചപ്പോൾ തോന്നി. 2026 ജൂൺ മാസത്തിൽ 13,135 യൂണിറ്റുകളാണ് ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷനിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് K12N എന്ന് പറയുന്ന എഞ്ചിനും ഉണ്ട്. അത് മാത്രമല്ല 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അത് 3 സിലിണ്ടർ എഞ്ചിനാണ്. പെട്രോളിലും CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. AGS അല്ലെങ്കിൽ AMD ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 6,85,000 മുതൽ 11,98,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. 8ാം സ്ഥാനത്ത് വന്ന ഫ്രോങ്സ് ഉടൻ തന്നെ അതിനൊരു അപ്ഡേഷൻ ലഭിക്കും എന്ന് നമുക്ക് ഉറപ്പില്ല. എന്നാലും മാരുതി സുസുക്കിയുടെ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ ആദ്യമായിട്ട് ആ ഒരു ടെക്നോളജിയിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഹൈബ്രിഡ് ടെക്നോളജിയിലൂടെ വരാൻ പോകുന്ന വാഹനങ്ങളിൽ ഒന്ന് ഫ്രോങ്സ് തന്നെയായിരിക്കും. ഇനി 7ാം സ്ഥാനത്ത് സ്കോർപിയോ നെയിം പ്ലേറ്റിൽ വരുന്ന 2 വാഹനമാണ് മഹീന്ദ്ര സ്കോർപിയോ ക്ലാസിക് ആൻഡ് മഹീന്ദ്ര സ്കോർപിയോ എൻ. മഹീന്ദ്ര സ്കോർപിയോ എൻ എന്ന് പറയുന്നത് ബിഗ് ഡാഡി ഓഫ് SUV എന്ന് നമ്മൾ പറയും. തീർച്ചയായിട്ടും കമ്പനി അങ്ങനെ അവകാശപ്പെടുന്നുണ്ട്. അതിനുള്ള ക്വാളിറ്റി ആ ഒരു വാഹനത്തിനുണ്ട്. സ്കോർപിയോ എൻ 5 സീറ്ററിലും 6 സീറ്ററിലും അവൈലബിൾ ആണ്. ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് നമുക്കറിയാം. മാനുവൽ ട്രാൻസ്മിഷനിലും അവൈലബിൾ ആണ്. ഒബ്വിയസ്ലി അതുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഡീസലിലും പെട്രോളിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13,49,000 മുതൽ 24,90,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഈ ഒരു വാഹനത്തിന് ഉടൻ തന്നെ ഒരു അപ്ഡേഷൻ തീർച്ചയായിട്ടും ലഭിക്കും. കാരണം ക്യാമഫ്ലാജ് ഒക്കെ ചെയ്ത് ഈ ഒരു വാഹനത്തിൻ്റെ, അതായത് സ്കോർപിയോ എന്നിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വാഹനം തലങ്ങും വിലങ്ങും ഇന്ത്യയുടെ പല ഭാഗത്തും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കോർപിയോ ക്ലാസിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡീസലിൽ മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. മാനുവൽ ട്രാൻസ്മിഷനിലും മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം ഇതൊരു 7 സീറ്റർ വാഹനമാണ്. പക്ഷേ പ്രീമിയം വാഹനം എന്നൊന്നും നമുക്ക് ഈ ഒരു വാഹനത്തെ അവകാശപ്പെടാൻ കഴിയില്ല. 14,097 യൂണിറ്റുകൾ ടോട്ടൽ സ്കോർപിയോ ക്ലാസിക്കും സ്കോർപിയോ എന്നും ചേർത്ത് 2026 ജൂൺ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. സ്കോർപിയോ ക്ലാസിക്കിൻ്റെ വില 13 ലക്ഷം മുതൽ 17 ലക്ഷം വരെയാണ്. എന്നാൽ സ്കോർപിയോ എന്നിൻ്റെ വില എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 13,49,000 മുതൽ 24,90,000 വരെയാണ്. ഇനി 6ാം സ്ഥാനത്തേക്ക് സെറ്റ്വൽ എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിനുമായിട്ട് വന്നൊരു വാഹനമാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. പ്രീമിയം വാഹനം എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. പെട്രോളിലും CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും നല്ലൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ലുക്ക് തന്നെയാണ്. പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് താരതമ്യേന കുറവാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു 5 പേരൊക്കെ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ സാധാരണ ഇന്ത്യൻ റോഡുകളിൽ, എക്സ്പെഷ്യലി കേരളത്തിലെ റോഡുകളിൽ തീർച്ചയായിട്ടും അടിമുട്ടാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇത് തന്നെയാണ് ബലീനോയുടെ കേസിലും. 5,79,000 മുതൽ 8,80,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. പെട്രോളിലും CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇനി വരാൻ പോകുന്ന സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരുന്ന വാഹനങ്ങളിലെ ഒരു ജനറേറ്ററായിട്ട് മാത്രം നിൽക്കാൻ യോഗമുള്ള ഒരു എഞ്ചിൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു എഞ്ചിനാണ് സെറ്റ്വൽ എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിൻ. ആ ഒരു എഞ്ചിനാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഉള്ളത്. 6ാം സ്ഥാനത്തുള്ള സ്വിഫ്റ്റിന് ശേഷം 5ാം സ്ഥാനത്തേക്ക് മറ്റൊരു മാരുതി സുസുക്കിയുടെ വാഹനമാണ് വരുന്നത്, മാരുതി സുസുക്കി എർട്ടിഗ. നമുക്കറിയാം ഈ ഒരു വാഹനം സൈലൻ്റായിട്ട് എപ്പോഴും നല്ല മാർക്കറ്റ് നേടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനം ടാക്സി സെഗ്മെൻറ്റിലേക്ക് ഒരുപാട് വിറ്റ് പോകുന്നു എന്നുള്ളതാണ്. CNGയിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്, പെട്രോളിലും. അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് 1.5 ലിറ്റർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇതിൻ്റെ CNG വേർഷൻ, പെട്രോൾ വേർഷൻ, പിന്നെ ടൂർ എന്ന് പറയുന്ന ബാഡ്ജിങ്ങിൽ വരുന്ന ടാക്സിക്ക് വേണ്ടി മാത്രം കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ആ വേർഷൻ എല്ലാം ചേർത്തിട്ട് 16,111 യൂണിറ്റുകൾ 2026 ജൂൺ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 8,80,000 മുതൽ 12,94,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഈ ഒരു വാഹനത്തിനും ഉടൻ തന്നെ ഒരു അപ്ഡേഷൻ ലഭിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അപ്ഡേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു വാഹനമാണ് മാരുതി സുസുക്കി എർട്ടിഗ. 4ാം സ്ഥാനത്തേക്ക് ഏകദേശം 35 വർഷമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ഈ ഒരു സെഗ്മെൻറ്റ്. അതായത് ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള ഹാച്ച് ബാക്ക് വാഹനങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സാൻഡ്രോ സിംഗിന് ശേഷം വളരെയധികം ജനപ്രീതി നേടിയ ഒരു വാഹനം എന്ന് പറയുന്നത് മാരുതി സുസുക്കി വാഗണാറാണ്. വാഗണാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 എഞ്ചിൻ ഓപ്ഷനിൽ അവൈലബിൾ ആണ്. 1 ലിറ്റർ, അതായത് K10C എന്ന് പറയുന്ന എഞ്ചിൻ, അത് 3 സിലിണ്ടറാണ്. പിന്നെ ടോപ്പ് എൻഡിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ZXi പ്ലസ് അങ്ങനെയുള്ള വേരിയൻറ്റിലൊക്കെ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ്
K12N എന്ന് പറയുന്ന നമ്മുടെ ബലീനോയിലും ഫ്രോങ്സിലും ഒക്കെ കണ്ട ആ ഒരു സെയിം എഞ്ചിൻ അവൈലബിൾ ആണ്. CNGയിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്. ടൂർ എന്ന ബാഡ്ജിൽ ടാക്സി പർപ്പസിന് വേണ്ടിയിട്ടും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിലാണ് ആദ്യമായിട്ട് ഫ്ലെക്സ് ഫ്യൂവൽ, അതായത് 100% ഓൾമോസ്റ്റ് 100% എഥനോൾ അടങ്ങിയ ഫ്യൂൽ ഉപയോഗിച്ച് ഓടാൻ കഴിയുന്നൊരു വാഹനത്തെ മാരുതി സുസുക്കി അവതരിപ്പിച്ചത്. മാരുതി സുസുക്കിയുടെ ഇലക്ട്രിക് വാഹന ശൃംഖലയുടെ സ്റ്റാർട്ടിങ് അവർ ടെസ്റ്റ് ചെയ്തത് വാഗണറിൽ തന്നെയാണ്. ആ ഒരു വാഹനം വന്നില്ല. കോവിഡിൻ്റെ സമയത്താണ് ആ ഒരു വാഹനം കാര്യക്ഷമമായിട്ട് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയത്. 4,99,000 മുതൽ 6,95,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് K12N എന്ന് പറയുന്ന എഞ്ചിൻ വിത്ത് AMT ട്രാൻസ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ളൊരു വാഹനം തന്നെയാണ്. 1 ലിറ്റർ അതായത് K10C എന്ന് പറയുന്ന എഞ്ചിനുമായിട്ട് ഈ ഒരു വാഹനത്തെ നമ്മൾ AMTയിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും കാര്യമായിട്ടുള്ള ലാഗുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. 3-ാം സ്ഥാനത്തേക്ക് വന്ന വാഹനം മാരുതി സുസുക്കിയുടെ വൺ ഓഫ് ദ സക്സസ്ഫുൾ മോഡൽസ് എന്ന് തീർച്ചയായിട്ടും പറയാം. ഇതൊരു കോമ്പാക്റ്റ് സെഡാൻ വാഹനമാണ്. മാരുതി സുസുക്കി ഡിസയർ ആണ്. ഈ ഒരു വാഹനം ZL-E എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മാരുതി സുസുക്കിക്ക് ഡീസൽ വാഹനങ്ങളില്ല എന്നുള്ളത് സത്യമാണ്. അതായത് 2020 ശേഷം മാരുതി സുസുക്കിക്ക് ഒരു ഡീസൽ വാഹനങ്ങളും ഇല്ല. അപ്പോൾ CNGയിലും പെട്രോളിലും മാത്രമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. CNG എന്ന് പറയുന്നത് കൂടുതൽ ടാക്സി സെഗ്മെൻറ്റിലേക്ക് പോകുന്നു എന്നുള്ളതും വാസ്തവമാണ്. 6,26,000 മുതൽ 9,31,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. മാരുതി സുസുക്കി ഡിസയർ 2026 ജൂൺ മാസത്തിൽ വിറ്റത് 17,899 യൂണിറ്റുകളാണ് ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 2-ാം സ്ഥാനത്തേക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ അഭിമാന താരമായിട്ടുള്ള കോമ്പാക്ട് SUV വാഹനമാണ് ടാറ്റ നെക്സോൺ ആണ്. ഇതെല്ലാ അവതാരത്തിലും അവൈലബിൾ ആണ്. ഡീസലിൽ അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്, ഇലക്ട്രിക്കിൽ അവൈലബിൾ ആണ്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന കാലത്ത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഫ്ലെക്സ് ഫ്യൂവലിലും അവൈലബിൾ ആയിരിക്കും. 18,335 യൂണിറ്റുകളാണ് 2026 ജൂൺ മാസത്തിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇലക്ട്രിക് വാഹനത്തിൻ്റെ വില നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12,49,000 മുതൽ 17,49,000 വരെയാണ്. എന്നാൽ പെട്രോളിൻ്റെ വില, റബട്രോൺ എഞ്ചിൻ വെച്ച പെട്രോളിൻ്റെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7,37,000 മുതൽ 14,22,000 വരെയാണ്. ഡീസൽ എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ നല്ലൊരു വാഹനം തന്നെയാണ്. നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വാഹനമാണ്. റബട്രോൺ എഞ്ചിൻ എന്ന് പറയുന്ന എഞ്ചിനാണ് ആ ഒരു വാഹനത്തിൽ വരുന്നത്. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് ഫ്ലെക്സ് ഫ്യൂവലിലും ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും. 1-ാം സ്ഥാനത്ത് റൈനോ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനുമായിട്ട് HPX എന്ന് പറയുന്ന ഒരു കോഡ് നെയിമിൽ വന്ന ഒരു വാഹനമാണ്. മൈക്രോ SUV കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനം തന്നെയാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ പഞ്ചാണ് 2026 ജൂൺ മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ് 1-ാം സ്ഥാനത്തേക്ക് വന്ന വാഹനം. 21,006 യൂണിറ്റുകളാണ് 2026 ജൂൺ മാസത്തിൽ ഈ ഒരു വാഹനത്തിന് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു വാഹനം പെട്രോളിൽ അവൈലബിൾ ആണ്. നമുക്കറിയാം റബട്രോൺ എഞ്ചിനാണ് അവിടെ വരുന്നത്. 3 സിലിണ്ടർ എഞ്ചിനാണ്. CNGയിൽ അവൈലബിൾ ആണ്. ടർബോ പെട്രോളിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ അപ്ഡേഷന് ശേഷം, ഫേസ് ലിഫ്റ്റിന് ശേഷം ഏറ്റവും പ്രധാനമായിട്ടും വന്ന ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ ടർബോ പെട്രോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇലക്ട്രിക്കലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. റേഞ്ച് കൂടിയിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്ലസ് പോയിന്റ് ആണ്. 5,60,000 മുതൽ 10,60,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ വേർഷൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. ഇനി ഇലക്ട്രിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 9,69,000 മുതൽ 12,59,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സ് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.